പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതായത്, നബിയെ, എൻ്റെ അടിയാന്മാരോട് ഞാൻ പ്രസ്താവിച്ചതായി പറയുക. തങ്ങളുടെ സ്വന്തം ആത്മാക്കളോട് അതിൽ കവിഞ്ഞ പോയിട്ടുള്ള എൻ്റെ അടിയാന്മാരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹു ബിസ്ലാഹുസ്ലമകൾ കൽപ്പിക്കുകയാണ്. അപ്പോൾ നിശ്ചയമായി അള്ളാഹു പാപങ്ങൾ മുഴുവനും പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ് അള്ളാഹു ഈ സൂക്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്. ദാസന്മാരുടെ അതിമഹത്തായ ഒരു സന്തോഷ വാർത്തയും അത്യുദാരമായ ഒരു വാഗ്ദാനം, രണ്ടും ഒരുപോലെയാണ്. അതായത്, കുറ്റങ്ങളും പാപങ്ങളും വഴി അവനവൻ തന്നെ നാശം വരുത്തി വെക്കുന്ന ആളുകളിൽ അത് പ്രഖ്യാപനം ചെയ്യാൻ പരമകാരുണ്യനായ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അള്ളാഹു കൽപ്പിക്കുകയാണ്. അതിലെ ഓരോ വാക്കും യാ ഇബാദി, എൻ്റെ അടിയാന്മാരെ പറഞ്ഞിട്ട് പറയാണ്. ഇബാദിയല്ലദീന അസ്റഫു, അതിൽ കവിഞ്ഞിട്ടുള്ളതിൻ്റെ അടിയാന്മാരെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവരുമാകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞ് ആവശ്യത്തോട് സ്വന്തം പ്രസ്താപിച്ച് മടങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതും ഒരു മുഖവും കൂടിയാണ് അത് അവർ കേൾപ്പിക്കുന്നതും. ഓരോ ലാ തഖ്നതൂ, പാപങ്ങൾ പൊറുക്കുന്ന യാതൊരു പിശുക്കും അള്ളാഹുവിനില്ല. അതായത് അത് ഇഷ്ടവും അവന് വളരെ ഇഷ്ടവും കൂടിയാണ്. അവൻ അടിയാന്മാർക്ക് പാപമോചനം നൽകാനും കരുണ കാണിക്കുവാനും അവനല്ലാതെ മറ്റാരാണുള്ളത്? അള്ളാഹു അല്ലാതെ മറ്റാരാണ് അടിയാന്മാർക്ക് പാപം പുറത്തു കൊടുക്കാനും കരുണ ചെയ്തു കൊടുക്കാനും? നിശ്ചയമായി അവൻ തന്നെയാണ് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിനും കരുണാദി. വർഹമത്തി വസുവത്തി കുല്ലശൈ, അവൻ്റെ കാരുണ്യം അതാണ് എല്ലാ വസ്തുക്കളും വിശാലമായതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളും വിശാലമായതാണ് എന്നാണ് സൂറത്ത് അറാഫിൽ അള്ളാഹു പറയുന്നത്. അതായത്, ഓരോ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ 100 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമേ അള്ളാഹു ഭൂമുഖത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. ബാക്കി 99 ഭാഗം അള്ളാഹുവിൻ്റെ രചനാവിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവസാനം നാളിൽ അള്ളാഹു ഭൂമുഖത്തേക്ക് ഇറക്കപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെയും ദൈവത്തിലും നിരാശപ്പെടുന്നവൻ ഒരു സത്യവിശ്വാസിക്കും പാടില്ലാത്തതാകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവൻ വൈപിച്ചനല്ലാതെ മറ്റാരുമല്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിനുള്ള ആശ്വാസത്തെക്കുറിച്ച് അവിശ്വസിക്കുന്നതിനല്ലാതെ ആശമുറിയുന്നില്ല മറ്റാരുമില്ല എന്നാണ് പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നതാണ്. എൻ്റെ അടിയാൻ എന്നെപ്പറ്റി ധരിക്കുന്നത് അനുസരിച്ചായിരിക്കും ഞാൻ എന്ന് അള്ളാഹു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു. ബുഖാരി മുസ്ലിം. അള്ളാഹുവിൻ്റെ കാരുണ്യം കടാക്ഷിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. അള്ളാഹു നമ്മുടെ കാരുണ്യത്തിൽ ഉൾപ്പെടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.